ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ഡിസംബർ മാസം 28-ാം തീയതിയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് ഡിസംബർ മാസം 29-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളുടെയും ലിസ്റ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മൊത്തം 16ഓളം റിലീസുകളാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസിംഗ് ഉള്ളത്. ഏതൊക്കെ നോക്കാം. ശരിക്കും ചാകര തന്നെയാണ്. ഹിന്ദിയിൽ നിന്നും തമിഴിൽ നിന്നും പിന്നെ മലയാളത്തിൽ നിന്നൊക്കെയാണ് സിനിമകളുള്ളത്. ഇംഗ്ലീഷിൽ നിന്നുള്ള സിനിമകളും ഉണ്ട്, പിന്നെ സീരീസുകളും ഉണ്ട്. ഏതൊക്കെയാണ് നോക്കാം നമുക്ക്. ഒന്നാമത് ഒരു ഇംഗ്ലീഷ് സീരീസാണ്. ഒരു മാർവലിൻ്റെ ഒരു ആനിമേഷൻ സീരീസായിരുന്നു വാട്ട് ഇഫ് എന്ന് പറഞ്ഞ സീരീസ്. ഈ ഒരു സീരീസിൻ്റെ 2ാമത്തെ സീസണിലെ 8ാമത്തെ എപ്പിസോഡ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡ് റിലീസ് ചെയ്യുന്നത്. മൊത്തം ഇതിൻ്റെ ഓരോ ദിവസങ്ങളായിട്ട് റിലീസ് ചെയ്താണ്. കഴിഞ്ഞ ആഴ്ച തുടങ്ങിയതാണ്. അപ്പോൾ മൊത്തം 8 എപ്പിസോഡ്, ഇന്ന് നാളത്തോടു കൂടി 8 എപ്പിസോഡുകളാവും ഈ ഒരു സീരീസിൽ. ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് പിന്നെ തമിഴിൽ നിന്നുള്ളൊരു സീരീസാണ്. ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസായിരുന്നു ലേബൽ എന്ന് പറഞ്ഞ സീരീസ്. ഈ ഒരു സീരീസിൻ്റെ 10ാമത്തെ എപ്പിസോഡ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഡിസ്നി+ ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഇതിൻ്റെ ഫൈനൽ എപ്പിസോഡാണ്. മൾട്ടി ലാംഗ്വേജിലാണ്. മലയാളം അടക്കമുള്ള എല്ലാ ഭാഷയിലും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, 10ാമത്തെ എപ്പിസോഡാണ്. 9 എപ്പിസോഡ് കഴിഞ്ഞ ആഴ്ച 9ാമത്തെ എപ്പിസോഡ് വന്നു. നാളെ ഉച്ചയ്ക്ക് ശേഷം 10ാമത്തെ എപ്പിസോഡ് വരും. ലാസ്റ്റ് എപ്പിസോഡാണ് ഫസ്റ്റ് സീസണിലെ. അടുത്തത് ഒരു സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. റീച്ചർ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സീരീസാണ്. ഇംഗ്ലീഷ് സീരീസാണ്. ആമസോൺ പ്രൈമിൽ മൾട്ടി ലാംഗ്വേജിലാണ്, മലയാളം അടക്കമുള്ള ഭാഷയിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. സെക്കൻഡ് സീസണാണ്. റീച്ചർ എന്ന സീരീസിൻ്റെ സെക്കൻഡ് സീസണാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് ആനിമേഷൻ മ്യൂസിക് ഫാൻറ്റസി കോമഡി വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമയാണ്. ട്രോൾസ് ബാൻഡ് ടുഗദർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ, അതുപോലെ തന്നെ ഹിന്ദി ഭാഷയിലായിട്ട് ബുക്ക് മൈ ഷോസിലാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്ത ഒരു സീരീസാണ്. ഒരു സ്പാനിഷ് സീരീസാണ്. ബെർലിൻ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. മണി ഹീസ്റ്റ് എന്ന സീരീസിൻ്റെ ഒരു പ്രീക്വലായിട്ട് വരുന്ന സീരീസാണ്. ഡ്രാമ, ആക്ഷൻ, അഡ്വഞ്ചർ, ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. സ്പാനിഷ് ഭാഷ കൂടാതെ ഇംഗ്ലീഷിൽ, ഹിന്ദിയിലായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം. നാളെ ഉച്ചയോട് കൂടിയായിരിക്കും റിലീസ് ഉണ്ടാവുക. ചിലപ്പോൾ ഈ ഒരു സീരീസിൻ്റെ തമിഴ് ഡബ്ഡ് വേർഷനും അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നല്ല വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെട്ട ഒരു ഹിന്ദി മൂവിയാണ്. ഡോണോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. വൺസ് അപ്പോൺ ടു ടൈംസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5ലാണ് ഈ ഒരു ഹിന്ദി സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. രാത്രി 12 മണിക്ക് ശേഷമാണ് റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ശാസ്ത്രി വിരുദ്ധ് ശാസ്ത്രി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. 3 of us എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു കന്നഡ മൂവിയാണ്. സ്വാതി മുത്തിന മെയിൽ ഹനിയെ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ചിലപ്പോൾ മൾട്ടി ഭാഷയിൽ അവൈലബിൾ ആയിരിക്കും. അടുത്തത് ഒരു റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. സേഫ്ഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ചിലപ്പോൾ മൾട്ടി ഓഡിയോ വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഹിന്ദി സിനിമയുടെ. C5ലാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു തമിഴ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ലൈസൻസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു ക്രൈം ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജാപ്പനീസ് മൂവിയാണ്. ബാഡ് ലാൻഡ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ഒരു ജാപ്പനീസ് മൂവി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ മറ്റു ഭാഷയിൽ അവൈലബിൾ ആയിരിക്കും. വെയിറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ഒരു തമിഴ് സിനിമയാണ്. ഒരു കോമഡി ഡ്രാമ ഫീൽ ഗുഡ് വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സിനിമയാണ്. നയൻതാര പ്രധാന വേഷം കൈകാര്യം ചെയ്ത അന്നപൂരണി എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലും അതുപോലെ തന്നെ സിംപ്ലി സൗത്തിലും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് മലയാളത്തിലുള്ള സിനിമയാണ്. രഞ്ജിത്ത് സിനിമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ്. ആസിഫ് അലി അതുപോലെ തന്നെ സൈജു കുറുപ്പൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയാണ്. ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഈ ഒരു സിനിമയുടെ റിലീസ് നെറ്റ്ഫ്ലിക്സ് റിലീസ് പിന്നെ ജനുവരി മാസം 3ാമത്തെ ആഴ്ച ആയിരിക്കും എന്നൊക്കെയായിരുന്നു ആദ്യം അപ്ഡേറ്റുകൾ വന്നിരുന്നതെങ്കിലും ഇപ്പോൾ സർപ്രൈസ് ആയിട്ട് അവർ റിലീസിംഗ് ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. 12th ഫെയിൽ എന്നാണ് സിനിമയുടെ പേര്. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ ഒരു ഹിന്ദി സിനിമയായിരുന്നു. ഈ സിനിമയുടെ ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ്, ഇത്രയും സീരീസുകൾ, സിനിമകളാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. പിന്നെ ഉടൽ ഈ ആഴ്ച വരുമോ എന്നുള്ള പലരും ചോദിക്കാറുണ്ടായിരുന്നു. ഉടലിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നാളെ വൈകുന്നേരം 5 മണിക്ക്
സൈനാപ്ലയിൽ ഇതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറക്കുന്നതാണ് ഒരു ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പോൾ നാളെ വൈകിട്ട് 5 മണിക്ക് ഈ ട്രെയിലറിൻ്റെ കൂടെ OTT റിലീസ് ഡേറ്റ് കൂടി നമുക്ക് അറിയാവുന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ നാളെ അറിയാം. നാളെ വൈകിട്ട് 5 മണിക്ക് ശേഷം അറിയാം ഉടലിൻ്റെ റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഒത്തിരിയാണ് ഇന്നത്തെ വീഡിയോ. ഈ ലിസ്റ്റിലേക്ക് സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് വന്ന് ഫോളോ ചെയ്യുക. നമുക്കതിലൂടെ സംസാരിക്കാവുന്നതാണ്. സിനിമകളെക്കുറിച്ചും സീരീസുകളെക്കുറിച്ചൊക്കെ ചർച്ചകൾ ചെയ്യാവുന്നതാണ്. പിന്നെ വിജയം അർഹിച്ച ഈ വർഷം 2023 വിജയം അർഹിച്ച സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കണ്ടിട്ടുള്ള വിജയം അർഹിച്ച 2023 സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത്, പരാജയപ്പെട്ട സിനിമകളിൽ വിജയം അറിയിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നിയ സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു 15 സിനിമകൾ എടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ട് അതിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.